വന്നിട്ടുണ്ട്. ആരുമില്ലെന്ന് പറയല്ലേ, ആരുമില്ലെന്ന് പറയല്ലേ. കൂട്ടുകാരൻ പറഞ്ഞു, ആർക്കുമില്ലാത്തൊരു പോരാട്ടം ചങ്ങാതി നിങ്ങൾക്കുണ്ടെങ്കിൽ ആർക്കുമില്ലാത്തൊരു അഭിഷേകം ദൈവത്തിലും. ആർക്കുമില്ലാത്തൊരു പോരാട്ടം നിങ്ങളുടെ വീട്ടിനകത്തുണ്ടെങ്കിൽ ആർക്കുമില്ലാത്തൊരു അഭിഷേകം നമ്മുടെ വീട്ടിനകത്ത് ദൈവത്തിലും. We have 4 privileges: elected, selected, appointed and anointed. എന്തെല്ലാം കൃപകൾ ദൈവം തന്നെ! ഓരോന്നും ദാനങ്ങളല്ല. 365 ദിവസങ്ങൾ, 8760 മണിക്കൂറുകൾ, 5,25,600 മിനിറ്റുകൾ, 3,15,36,000 സെക്കൻഡുകൾ. എത്ര കോടീശ്വരന്മാരാണല്ലേ ഇരിക്കുന്നൊക്കെ! കോടീശ്വരന്മാരല്ലേ? ഞാൻ കോടിയുടെ കണക്കാ പറഞ്ഞേ. ഏറ്റവും വിലപ്പെട്ടത് സമയമല്ലേ? അങ്ങനെ ആരോഗ്യം. ഒരു വർഷത്തിന്റെ വില അറിയണമെങ്കിൽ ആരോട് ചോദിക്കണം? ഫൈനൽ ഇയറിൽ ഒരു വിഷയത്തിന് സപ്ലൈ അടിച്ചവളോട് ചോദിക്കണം. ഇവിടെ കാണും, ഒരു വിഷയമായിട്ട് എടുക്കത്തില്ല തോന്നുന്നു. ഒരു മാസത്തിന്റെ വില അറിയണമെങ്കിൽ ആരോട് ചോദിക്കണം? മാസം തികയാതെ 7-ാം മാസത്തിന് മറ്റോ നൊന്ത് പറ്റ ഒരു കുഞ്ഞിനെ പറ്റി അമ്മയോട് ചോദിക്കുക. ഒരു 50 ഗ്രാം കുഞ്ഞിന് തൂക്കം കൂടാൻ വേണ്ടിയിട്ട്, നിറമൊന്ന് മാറാൻ വേണ്ടിയിട്ട് അവള് കാത്തിരിക്കുന്ന രാവുകളുണ്ട്. അവള് പറയും മാസത്തിന്റെ വില. ഒരു മിനിറ്റിന്റെ വില അറിയണമെങ്കിൽ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 മിനിറ്റിന് ട്രെയിൻ നഷ്ടപ്പെട്ടവർ കാണും. ചോദിച്ചോക്ക് പറയും. ഒരു സെക്കൻഡിന്റെ വില അറിയണമെങ്കിൽ ഉസൈൻ ബോൾട്ടിനോട് വരും. 100 മീറ്റർ ഓടി വേണ്ട, ഇവിടെ പി ടി ഉഷയോട് വരും. 9.58 സെക്കൻഡ് കൊണ്ട് ബോൾട്ട് ഓടിയെങ്കിൽ പി ടി ഉഷ സെക്കൻഡിന്റെ 100 അംശത്തിനാണ് പണ്ട് ഹെർഡൽസിൽ ഒളിമ്പിക്സിൽ വെങ്കലം പോയത്. സെക്കൻഡിന്റെ 100 അംശം. ഇവിടെ ജീവിതം എങ്ങനെ പോവുകയാണ്? ജീവിതം പരീക്ഷ ഹോള് പോലെയാണെന്ന് ഞാൻ പറയും. നമ്മളൊക്കെ പരീക്ഷ എഴുതിയിട്ടുള്ളവരാണ് സ്കൂളിൽ. 10 മണിക്ക് പരീക്ഷ തുടങ്ങി. ഇപ്പോഴത്തെ കുട്ടികളല്ല, പഴയ ആളുകൾ. 10 മണിക്ക് പരീക്ഷ തുടങ്ങി. നമ്മൾ എന്താ ചെയ്ത? ക്വസ്റ്റ്യൻ കിട്ടി, കുരിശു വരച്ചു, കരട് വലിപ്പനെ മനസ്സിൽ പിടിച്ചു ധ്യാനിച്ചു, മാർജിനിട്ട് 1 എഴുതി, 2 അടിപൊളിയായിട്ട് എഴുതി, 3 അനുഗ്രഹത്തോടെ എഴുതി, 4 എഴുതി, 5 എഴുതിയപ്പോ പകുതി മറന്നുപോയി. എന്ത് ചെയ്തു? 2 വരി വിട്ടു. 6 നല്ല വിധാനം എഴുതി. 7 ഒട്ടും അറിയത്തില്ല, 6 വരി വിട്ടു. 8 എഴുതിയിട്ടില്ല, 9 ഒരു വരി. അങ്ങനെ വല്ല വിധാനം ഒരു വിധത്തിൽ 3 പേജ് എഴുതി. അപ്പോഴേക്കും മണി 11:15 ആയതേ ഉള്ളൂ. 12 മണിക്ക് ഇറങ്ങിപ്പോകും. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? നിങ്ങൾ പറഞ്ഞു. പിന്നെ അവിടെ ഇരുന്ന് പേനയുടെ മണ്ട ഊരി റീഫില്ലൊക്കെ എടുത്തു. പിന്നെ ഡെസ്കിലെ താമരപ്പൂവിന്റെ പടം വരച്ചു. പിന്നെ മറ്റേ പെങ്കച്ചന്റെ പേരൊക്കെ എഴുതി. ചുമ്മാ ഒരു പണിയില്ലല്ലോ, എഴുതുകയാണ്. പിന്നെ സാറിന്റെ മുഖത്തൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോന്ന് സാറിനോട് ചോദിച്ചു. അങ്ങനെ 11:45, 11:50 ഒക്കെ ആയി. 12 മണിക്ക് ഇറങ്ങാനാണ്. 11:50 ആയപ്പോ ഒരു മണി അടിച്ചു. ആ മണി എന്തിനുള്ളതാണ്? എന്റെ ഈ ഇരിപ്പ് കണ്ട ഞങ്ങൾക്ക് ഇനി ഒറ്റ മണിയുള്ള അച്ഛനും പറഞ്ഞാണ് എനിക്ക്. അതല്ല, 11:50 മണി ഏതാണ്? കുത്തിക്കെട്ടാനുള്ള മണിയാണ്. ദൈവം സഹായിച്ച് ഒരുപാട് കുത്തിക്കെട്ടാനില്ലായിരുന്നു. പിന്നെ ഉള്ളത് കുത്തിക്കെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് എഴുതാതെ വിട്ട 8ാമത്തെ ചോദ്യം. ടിപ്പു സുൽത്താന്റെ ഭരണപരിഷ്കാരങ്ങൾ അരപ്പേരിൽ കവിയാതെ ഉല്ലസിക്കുക. ഓർമ്മ വരൂ എന്ന് എഴുതാൻ അറിയാം നേരം. അപ്പൊ 11:58. അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് 9ാമത്തെ ചോദ്യം. പാനിപ്പട്ട് യുദ്ധത്തിന്റെ പശ്ചാത്തലം ഒരു കണ്ടിക. അപ്പോഴാണ് ഓർമ്മ വരിക. എഴുത്താണ്. അപ്പോഴാണ് 12 മണിയുടെ അവസാന മണി, വൃത്തിയായിട്ട് മണി വിളിച്ചത്. അപ്പൊ ടീച്ചർ വന്ന് ഈ പേപ്പറിന് പിടിച്ചു. നമ്മൾ കൊടുത്തു, പക്ഷെ കൊണ്ടുപോയോ? കിട്ടിയ മാർക്ക് ഉറക്കെ പറയേണ്ടത്. ഈ പരീക്ഷാ ഹോള് പോലെയാണ് ജീവിതം. നമ്മളിങ്ങനെ ജീവിതത്തിന്റെ കൗമാരത്തിലും യൗവനത്തിലും ഒക്കെ അടിച്ചു പൊളിച്ചില്ലേ? എഴുതാതെ വിട്ട ഉത്തരങ്ങളെ കുറിച്ച് ഓർമ്മ വരുന്നത് പ്രായമാകുമ്പോഴാണ്. ജീവിതത്തിന്റെ മധ്യാഹ്നവും 40കളും 30കളും ഒക്കെ തോന്നുന്നത് പോലെ ജീവിക്കുമ്പോ 65, 70 ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് ജരാമരകൾ ബാധിച്ചു പോകുമ്പോ കുത്തിക്കെട്ടാൻ കാലമാകുമ്പോ എഴുതാതെ വിട്ട ഉത്തരങ്ങൾ. കൗമാരത്തിലെ ആകാംക്ഷകൾക്ക് പ്രായമാകുമ്പോഴും കപ്പം കൊടുക്കേണ്ടി വരും. ചിലപ്പോ കുറ്റബോധം തോന്നിയതുപോലെ ജീവിച്ചതാകാം. നമ്മുടെയൊക്കെ ജീവിതം പരീക്ഷാ ഹോൾ പോലെയാണ്. ഒരു അവസാന മണിയടിക്കുമ്പോഴാണ് എഴുതാതെ വിട്ട ഉത്തരവ് പിന്നെ ഓർമ്മയിലേക്ക് വരിക. സമയം ഉണ്ടാവില്ല എഴുതാൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ അരണ്യനാണ്. എന്നെപ്പോലെ വേറെ ആരുമില്ല. എന്നെ ആരും അറിയുന്നില്ല എന്ന് പറയരുത്.
സോക്രട്ടീസ് 40 വർഷം തത്വചിന്ത പഠിപ്പിച്ചു, പ്ലേറ്റോ 50 വർഷം തത്വചിന്ത പഠിപ്പിച്ചു, അരിസ്റ്റോട്ടിൽ 40 വർഷം പഠിപ്പിച്ചു. പക്ഷെ യേശുക്രിസ്തു 3.5 വർഷമേ പഠിപ്പിച്ചിട്ടുള്ളൂ. തത്വചിന്തകന്മാരെവിടെ? കർത്താവിടെ. യേശുക്രിസ്തു ഒരു പടവും വരച്ചതായിട്ട് നമുക്കറിയില്ല. പക്ഷെ മൈക്കിളാഞ്ചലോ, ഡാവിഞ്ചി, ലോകത്തെ വിശ്വ ചിത്രകാരന്മാരിൽ ആരുടെ സ്വാധീനം ഉണ്ടെന്നറിയാം? യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ഒരു കവിതയും എഴുതിയിട്ടില്ല. പക്ഷെ ഡിവൈൻ കോമഡി എഴുതിയ ഡാന്റെ, പാരഡൈസ് ലോസ്റ്റ് എഴുതിയ ജോൺ മിൽട്ടൺ, ടെനിസൺ സിംഫണികളിൽ, മൊസാർട്ടിന്റെ വരികളിൽ ക്രിസ്തു ഉണ്ട് എന്ന് പറഞ്ഞത്രേ ഉള്ളൂ. മാനവ ചരിത്രം എവിടെയെല്ലാം വളർന്നിട്ടുണ്ടോ, മാനവ സംസ്കാരം എവിടെയെല്ലാം ആദരിക്കപ്പെട്ടിട്ടുണ്ടോ, അതിന്റെയൊക്കെ പുറകെ ഒരു ക്രിസ്തുവിന്റെ മണമുണ്ട്, യേശുക്രിസ്തുവിന്റെ ഗന്ധമുണ്ട്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, ക്രിസ്തു ദേവൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ പാദങ്ങളെ അഭിഷേകം ചെയ്യുമായിരുന്നു, കണ്ണുനീര് കൊണ്ടല്ല, എന്റെ ചങ്കിലെ ചോരമുണ്ട്. Not with my tears, but with my heart's blood. എന്റെ ചങ്കിലെ ചോരമുണ്ട് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. 1893 ലോക സംസ്കൃതിയെ വിസ്മയിപ്പിച്ച വിവേകാനന്ദ സ്വാമിജികൾ. പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഞാൻ അറിഞ്ഞാണ് യേശു നമുക്കാര്, ദൈവമുണ്ട് എന്നുള്ളതല്ല, ജീവിക്കാൻ അത് മതി. പക്ഷെ അത് ജീവിക്കാൻ ദൈവമുണ്ടല്ലോ. We are elected. ഉറക്കെ പറയൂ. എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്താ? തെരഞ്ഞെടുത്തു. അതായത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പദവി, ദ സെക്കൻഡ് പ്രിവിലേജ്, we are selected. എന്താണ്? ഒന്ന് മിണ്ടൂന്ന്. ഈ സെലക്റ്റഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പറയും. അതിന്റെ എന്താണ് അങ്ങനെ? എലക്ഷനും സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇതൊന്നും നമുക്ക് അറിയത്തില്ല. ഒരാളെങ്കിൽ ഒരാള് ദൈവത്തിന് നന്ദി.